കെവിന്റെ കൊലപാതകം കൊട്ടേഷൻ എന്ന പ്രതികൾ. നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയാണ് പണം വാഗ്ദാനം ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളാണ് പോലീസിന് മൊഴി നൽകിയത്. വിവരങ്ങളുമായി എം.ആർ. രാകേഷ് ചേരുന്നു. രാകേഷ്, എന്തൊക്കെയാണ് ഇവർ പോലീസിനോട് വ്യക്തമാക്കിയത്? രഞ്ജിനി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരുനെൽവേലിയിലെ പൗർസത്വം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുഖ്യപ്രതികളായ നിയാസിനെയും അതേപോലെ തന്നെ റിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അവരെ ഇന്നലെ കുളത്തൂപ്പുഴ സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തതിനു ശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം പോലീസിന് പ്രതികൾ നൽകിയത്. കെവിനെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നിയാസിനും റിയാസിനും സംഘങ്ങൾക്ക് പണം വാഗ്ദാനം ചെയ്തു. ഷാനു ചാക്കോ, അതായത് പെൺകുട്ടിയുടെ സഹോദരനും മുഖ്യപ്രതിയുമായ ഷാനു ചാക്കോ പ്രതികൾക്ക് പണം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നൊരു സുപ്രധാന മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാറിൽ വെച്ച് കെവിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും പുല്ലൂർ ഭാഗത്തെത്തിയപ്പോൾ കെവിന്റെ ബോധം നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്നത്. രഞ്ജിനി, രാകേഷ്, ഷാനു ചാക്കോയെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്ത ഇഷാനെ അറസ്റ്റ് ചെയ്തത് തെന്മല SI പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഈ ഇഷാനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ചാലിയേക്കര തോട്ടിൽ കെവിനെ തള്ളിയതായിട്ടുള്ള മൊഴി ആദ്യം കൊടുക്കുന്നത്. അതിനനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇഷാന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയത്. പ്രതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി ഇവർ പല ഭാഗങ്ങളായി തിരിഞ്ഞു പോവുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിൽ 5 പേർ തെങ്കാശി തിരുനെൽവേലി ഭാഗത്തേക്ക് കടന്നു എന്ന വിവരവും നൽകിയിട്ടുണ്ട്. ഷാനു ചാക്കോ നേരത്തെ വിദേശത്തായതുകൊണ്ട് അത്തരത്തിൽ വിദേശത്തേക്ക് കടന്നു വരാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നൽകുന്ന ഒരു സൂചന ഈ ഷാനു ചാക്കോ ബാംഗ്ലൂരിലേക്ക് കടന്നിട്ടുള്ള ഒരു വിവരവും പോലീസിനോട് പ്രതികൾ നൽകിയിട്ടുണ്ട്. ഷാനു ചാക്കോയാണ് കൊട്ടേഷൻ നൽകിയ തരത്തിലുള്ള വിശദാംശങ്ങളാണ് നിയാസും റിയാസും പോലീസിനോട് പങ്കുവച്ചത്. വിവരങ്ങൾ നൽകിയത് എം.ആർ. രാകേഷ്.